ഹായ് എവ്രി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റിലാണ്. ബട്ട് ഇൻ ദിസ് ക്ലാസ് വി ഗോയിങ് ടു ഡിസ്കസ് about the monopolistic market. So monopolistic market, which means that there are the large number of buyers and seller for the differentiated products. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ തന്നെ വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള, ടെക്സ്ചറിലുള്ള, കളറിലുള്ള ഓരോ പ്രോഡക്റ്റ് ആയിട്ടിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിരുന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മൊബൈൽ. ദ തിങ് ഈസ് ദാറ്റ് നമ്മളിപ്പം ഏത് ഇതിനകത്താണെങ്കിലും, അതായത് നമുക്ക് ഇപ്പം ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവും ആൻഡ്രോയിഡ് ഫോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഐഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവും, iOS ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺസിൽ തന്നെ പല രീതിയിലുള്ള ഫോൺസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ സൈസ് ഉണ്ടാവും, അതേപോലെ തന്നെ വെച്ചാൽ അതിൻ്റെ എന്താ പറയുക സ്റ്റോറേജ് കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള സംഭവമാണ് ആക്ച്വലി നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. Okay, so what we studied in the perfect competitive market, that the same thing is happening in the monopolistic competition. So large number of buyers and sellers are here. And another one is a product differentiation. I already said that if you are taking the one product, so we can see that the similar another company's products. In that situation, പല കാര്യങ്ങളിലും നമുക്ക് ഡിഫറൻസസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അത് പറയുന്നത്. The next one is that free entry and free exit from the market. So anybody can enter to the market if the one person is attracted to the profit of one producer, so he can easily enter to the market and exit from the market. So അതാണ് ആക്ച്വലി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇംപെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ദ കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. വാട്ട് വിൽ ബി ദ ഡിമാൻഡ് ഓർ സപ്ലൈ, എവറിത്തിങ്. പ്രൊഡ്യൂസറിന് പറയാം, അതേപോലെ തന്നെ സെല്ലറിന് പറയാം, ബയറിന് പറയാം. അപ്പം ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇംപെർഫെക്റ്റ് ബയേഴ്സ് ആൻഡ് സെല്ലർ ഡു നോട്ട് ഹാവ് ദ പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. ബയേഴ്സിനോ സെല്ലറിനോ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചിട്ട് അറിയത്തില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സെല്ലിംഗ് കോസ്റ്റ്. So if you want to purchase or if you want to sell something or we are entering into the market, so we have some cost is there, incur some cost. ദാറ്റ് മീൻസ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു സാധനം സെല് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഇപ്പോൾ ഈവൻ ഇൻ്റർനെറ്റ് കണക്ഷനെങ്കിലും വേണം അല്ലേ? ആ ഇൻ്റർനെറ്റ് കണക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് വി സ്പെൻഡ് ഫോർ വൺ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രോസസ്, സോ ഇറ്റ് ഈസ് നോട്ട് ഇറിവേഴ്സിബിൾ ഓർ വി നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്. നമ്മളൊരു സാധനം നമുക്കത് തിരിച്ചു കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനാണ് ആക്ച്വലി മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് കണ്ടീഷനിൽ. അപ്പോൾ ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്.